പിന്നെ കാലത്തിന്റെ മാറ്റം അനുസരിച്ച് ഇങ്ങനെ മധ്യ തിരുവിതാംകൂറിലേക്കും മറുപടിയിലേക്കും എല്ലാം കുടിയേറിയവരാണ്. ഞങ്ങൾക്കായിട്ട് 10ാം പിയൂസ് മാർപ്പാപ്പ 1911 കോട്ടയം വികാരിയത്ത് സ്ഥാപിച്ചു തന്നു. അന്ന് നിലവിലുണ്ടായിരുന്ന 3 മെത്രാന്മാരുടെയും കൂടെ സമ്മതത്തോടു കൂടി സീറോ മലബാറിൽ അന്ന് 3 ഉണ്ടായിരുന്നുള്ളൂ. ആ 3 എവിടെയെല്ലാം തെക്കുഭാഗ ജനത്തിൽപ്പെട്ട ആൾക്കാർ, ജ്ഞാനായക്കാർ, ഞങ്ങളെ തന്നെയാണ് തെക്കുഭാഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് കേട്ടോ. അവരെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോട്ടയം രൂപത സ്ഥാപിച്ചത്. അതിന് ആദ്യത്തെ മെത്രാനായിട്ട് മാർക്കിൻ മത്തായി മെത്രാനെ അവരൊതുക്കുകയും ചെയ്തു വരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ചൂളപ്പുറത്തെ പിതാവ് വന്നു, തറയ പിതാവ് വന്നു, അത് കഴിഞ്ഞിട്ട് കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവും വന്നു. അതിനെ തുടർന്ന് ഒന്നാണ് ഇപ്പോഴത്തെ മെത്രാനിച്ച് നിൽക്കുന്ന മാത്യു മൂലക്കാട്ട്. അദ്ദേഹം 2006 മുതൽ ഞങ്ങളുടെ മെത്രാപ്പൊലീത്തയായിട്ട് സ്ഥാനം ഏറ്റെടുത്താണ്. അതിനുശേഷം ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് വിചാരിച്ചാൽ എല്ലാം പതിപോലെ ഞങ്ങൾക്ക് നടന്നുകൊണ്ടിരുന്നു. എന്തായാലും ഞങ്ങൾ ആവശ്യപ്പെടാത്ത ഒരു മെത്രാപ്പൊലീത്തയാണ്, ഞങ്ങളുടെ രൂപതയിൽ നിന്ന് പോലും ആവശ്യപ്പെടാത്ത ഒരു മെത്രാപ്പൊലീത്തയാണ് ഞങ്ങൾക്ക് മെത്രാനാക്കി അനുവദിച്ചു പറ്റിയത്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം കോട്ടയം രൂപത വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സന്യാസം സ്വീകരിച്ച് വല്ലപ്രോസിൽ സഭയിലേക്ക് പോയ വ്യക്തിയാണ്. അവിടെ നിന്നാണ് പുള്ളി വീണ്ടും തിരിച്ച് മെത്രാനായിട്ട് അവിടെ നിന്നോട്ട് തിരിച്ചു വന്നത്. തുടക്കത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല. ഒരു ജ്ഞാനക്കാരനാണല്ലോ, മാർക്കറ്റും എതിര് ഉണ്ടാവത്തില്ല എന്ന് കരുതിയിരുന്നു. പക്ഷെ ഗ്രാജുവലായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹം സമുദായത്തെ നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പല സംഭവങ്ങളും ഉണ്ടായി. അവസാനം ഞങ്ങള് ഈ 2018 ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കുകയും പല നിവേദനങ്ങളും പല മീറ്റിങ്ങുകളും എല്ലാം അദ്ദേഹവുമായിട്ട് നടത്തിയെങ്കിലും നാളിതുവരെ യാതൊരുവിധ അനുഭാവപൂർണമായ പ്രവൃത്തിയും മെത്രാപ്പൊലീത്തയിൽ ഉണ്ടായിട്ടില്ല. മെത്രാപ്പൊലീത്ത കോട്ടയം അരമനയിൽ വാഴുന്ന അല്ലെങ്കിൽ രൂപതയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന എല്ലാവരെയും അടക്കി വാണിക്കുകയാണ്. അവരെല്ലാം ചൊൽപ്പടിയിൽ ഒതുക്കി അങ്ങനെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ എല്ലാവരെയും കൊണ്ടാണ് അവിടെ നിറച്ചു വെച്ചിരിക്കുന്നത്. ഈ പോയിന്റ്സിലെല്ലാം ഉള്ള അച്ഛന്മാരും ആൾക്കാരെല്ലാം മാറ്റം പോലും ഇല്ലാതെ വർഷങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം രൂപതയ്ക്കെതിരായ പല പ്രശ്നങ്ങളും ഉണ്ടായി, നിലനിൽപ്പിന് ചോദ്യം ചെയ്യുന്ന വിധത്തിലുണ്ടായി. അതിനെല്ലാം സമുദായത്തിന് അനുഭവമല്ലാത്ത വിധത്തിലാണ് അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ നിയമാവലികൾ മാറ്റി എഴുതി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. സീറോ മലബാറില് ഞങ്ങളെ ലയിപ്പിക്കാനുള്ള പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. ഞങ്ങളും പല കേസുകളും അദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുണ്ട്, പുറത്തുള്ളവരൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കോടതിയുടെ ഭാഗമാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു അനുഭാവപൂർണമായ നടപടികളും ഉണ്ടാകാത്തത് കൊണ്ട് സമുദായം നശിക്കാനുള്ള പരിപാടികളെല്ലാം തന്നെ അടിസ്ഥാനശീലയെല്ലാം അദ്ദേഹം പാകി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനിയും കാത്തിരുന്നാൽ പറ്റില്ല എന്നുള്ള വിചാരത്തിൽ ഞങ്ങളുടെ പ്രതിഷേധങ്ങൾ കുറച്ചും കൂടെ ഉഷാറാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും നാളും ഞങ്ങൾ അരമനയുടെ ഉള്ളിൽ തന്നെയായിരുന്നു, ഞങ്ങളുടെ കോമ്പൗണ്ടിന് ഉള്ളിലായിരുന്നു ഞങ്ങൾ പ്രതിഷേധം നടത്തിയിരുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 13-ാം തീയതി റാലി നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. അത് നിർഭാഗ്യവശാൽ സ്വാധീനത്തിൽപ്പെട്ട് നടത്താൻ പറ്റാതെ പോയി. കാരണം പോലീസ് അധികാരികൾ നിരോധിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയി. ഇപ്പോൾ അതിന് പകരമായിട്ട് ഞങ്ങളൊരു കൺവെൻഷൻ കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ വെച്ച് ഈ 1-ാം തീയതി, ഈ വരുന്ന ഞായറാഴ്ച 1:30 PM നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വിവരം എല്ലാവരെയും ഒന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തുടർന്നുള്ള പരിപാടികൾക്കൊക്കെ ആയിട്ട് കോട്ടയം അതിരൂപത എന്ന് പറഞ്ഞാൽ തെക്കുംഭാഗ ജനത്തിന് വേണ്ടിയാണ് ഇവിടെ സ്ഥാപിച്ചതെന്ന് പറയുന്നുണ്ടായി. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ ഒരു പ്രത്യേക രൂപതയായിട്ടാണ് ഇവിടെ സ്ഥാപിച്ചത്. അപ്പം ആ സമൂഹത്തിൽ നിന്ന് മാത്രമേ ഞങ്ങൾ വിവാഹം കഴിക്കുമായിരുന്നുള്ളൂ. അപ്പൊ ചില ആൾക്കാർ സമുദായം വിട്ട് വിവാഹം കഴിക്കുന്നവരെ ഇവിടെ നിന്ന് അപേക്ഷ തന്ന് അവരെ അവിടുത്തെ പള്ളിയിലേക്ക് ചേർത്ത് വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ പിതാവിന്റെ നിലപാട് അങ്ങനെ പോകുന്നവരെയും കൂടെ ഒരു സമുദായത്തിൽ അംഗമായിട്ട് നിലനിർത്തുക, അത് സംഭവിക്കാൻ പോകുന്നത് ഗ്രാജുവലായിട്ട് ഈ സമുദായം ഇല്ലാതായി പോകും എന്നുള്ളത് തന്നെയാണ്. എല്ലാവർക്കും അവരവരുടെ
പാരമ്പര്യം സംരക്ഷിച്ച് നിലനിർത്തുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കെ ഇങ്ങനൊരു നിലപാട് എടുക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഷേധം ആയിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യക്ക് വെളിയിലുള്ള സീറോ മലബാർ ഞങ്ങൾ 1970 തന്നെ ഞങ്ങൾ പ്രവാസികൾ വിദേശ രാജ്യങ്ങളിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ 60 രാജ്യങ്ങളിൽ ഞങ്ങളുടെ സാന്നിധ്യമുണ്ട്. പക്ഷെ അവിടങ്ങളിലൊന്നും ഞങ്ങളുടെ പള്ളികൾക്ക് കോട്ടയം മെത്രാന്റെ കോട്ടയത്തെ പോലെയുള്ള പള്ളികൾ സ്ഥാപിക്കുവാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അവിടെയുള്ള സീറോ മലബാർ ഇടവകളിൽ അംഗങ്ങളായി തുടരണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് വിദേശത്ത് പോണവര് 3 മാസം കഴിഞ്ഞാൽ ഈ രൂപതയിൽ അംഗമല്ല എന്നുള്ള നിയമങ്ങളും അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുക. അതൊക്കെയാണ് ഞങ്ങളുടെ പ്രതിഷേധത്തിന്റെ പ്രധാനമായ കാരണങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ ഈ സമുദായം ഭാവിയിൽ നിലനിൽക്കുകയില്ല എന്നുള്ള ആശങ്ക ഞങ്ങളിലുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രതിഷേധങ്ങൾക്ക് കാരണം. ഞങ്ങൾ റാലി സംഘടിപ്പിച്ചിട്ട് പോലും ആ കേക്ക റോഡിലൂടെ നടക്കാൻ പോലും പോലീസ് അനുവദിച്ചില്ല. അതുപോലെയുള്ള നിലപാടാണ് ഞങ്ങളുടെ മെത്രാൻ സ്വീകരിച്ചിരിക്കുന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഏതുമായിട്ട്? അതിനെക്കുറിച്ച് കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഇതാണ് ഉത്തരവ്. വിദേശത്തു നിന്നുള്ള ജ്ഞാനായ സംഘടനകൾ എല്ലാവരും കൂടി കൊടുത്ത ഒരു കേസാണ്. ആ കേസിൽ മാതൃ ഇടവകാംഗത്തെ സംബന്ധിച്ച മാതൃ ഇടവകാംഗത്വം നഷ്ടപ്പെടരുതെന്നും പറഞ്ഞു. അതുകൊണ്ട് മെത്രാന് ലോകത്ത് എവിടെയായാലും ജ്ഞാനായക്കാരുടെ സാന്നിധ്യം ഉണ്ട്. ആ പള്ളികളെല്ലാം ഇവിടെ അധികാരം ഉണ്ടെന്നുള്ളതാണ് കോടതി ഇത് വന്നിരിക്കുന്നത്. കേസുകൾ അത് പല രീതിയിലുണ്ട്. സഭാത്മകമായിട്ടുള്ള കേസുണ്ട്, അല്ലാതെ ഉള്ളതുണ്ട്. സഭയുടെ കീഴിലുള്ള കേസുകളിൽ നിന്ന് സഭയുടെ അധികാരത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെയാണ്. കോട്ടയം അതിരൂപത എന്ന് പറയുമ്പം സീറോ മലബാർ സഭയോട് ഒത്ത് പ്രവർത്തിക്കുന്നതാണെങ്കിലും അതിൻ്റെതായ പ്രത്യേകതയുള്ള ഒരു രൂപതയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 17 നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ കാരണവന്മാർ എങ്ങനെയാണോ ഈ ഒരു സമുദായത്തെ കാത്തുപരിപാലിച്ചുകൊണ്ട് പോകുന്നത്, നമുക്കറിയാം. ഉദാഹരണത്തിന് ഇന്ത്യയിലെ പാഴ്സി സമുദായം, അവർക്ക് അവരുടേതായ പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെയാണ് ജ്ഞാനായ സമുദായവും. AD 345 തൊട്ട് ഈ 2024 വരെ ഒരേ പാരമ്പര്യവും ഒരേ അനുഷ്ഠാനങ്ങളും പിന്തുടരുന്നു എന്നുള്ളതല്ലാതെ മറ്റ് സാമൂഹിക വിവേചനം മറ്റൊരു തരത്തിലും ചെയ്യുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള മതപരിവർത്തനം നടത്തുകയോ മറ്റുള്ളവരെ നമ്മുടെ കൂട്ടത്തിലേക്ക് വരാൻ വേണ്ടി നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ സാമൂഹികമായിട്ട് എല്ലാവിധ നീതികൾക്കും ഗവൺമെന്റിന്റെ നിയമങ്ങൾക്കും ഭാരതത്തിലെ എല്ലാ മതങ്ങളോടും വളരെ സഹിഷ്ണുതയോടുകൂടി തന്നെ നിലകൊള്ളുന്ന ഒരു സമുദായം എന്ന നിലയിൽ ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും ഇമ്പോർട്ടൻറ്റും ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ സഭയുടെ തലപ്പത്ത് നിന്ന് അവർ ചിന്തിക്കുമ്പോൾ, അവർ സഭയുടെ വളർച്ചയെ മാത്രം ചിന്തിക്കുമ്പോൾ സമുദായം അവിടെ നഷ്ടപ്പെടുന്നു. അപ്പോൾ സമുദായ സ്നേഹികൾ ഈ സമുദായത്തെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിന്റെ പേരിൽ മാത്രം ലോകത്തിലെ വലിയൊരു അത്ഭുതമായിട്ട് ഈ 17 നൂറ്റാണ്ടുകളായിട്ട് നിലകൊള്ളുന്ന ഈ സമുദായത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന വ്യക്തികൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് നിയമപരമായിട്ടുള്ളതാണെങ്കിലും നൈയായിമികമായിട്ടുള്ളതാണെങ്കിലും കേസുകളിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാട് എടുക്കുന്ന ഒരു സംഘടനയാണ് 2018 ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതി എന്ന നിലയിൽ രൂപീകൃതമായത്. ഇതിനുശേഷം പല ചർച്ചകളും പല പ്രതിഷേധങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി. ഞങ്ങളുടെ നേതൃത്വത്തിൽ പല കേസുകൾ, സിവിൽ കേസുകളുണ്ട്, ക്രിമിനൽ കേസുകളുണ്ട്, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിധികളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമുദായത്തിന് ശാശ്വതമായ ഒരു നിലനിൽപ്പും സമാധാനവും നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംഘടന തന്നെ രൂപീകരിച്ചിരിക്കുന്നത്. ഈ മാസം 1-ാം തീയതി ഈ ഒരു സമുദായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങളുമായിട്ട് സംസാരിക്കുന്നതിനും സമുദായ അംഗങ്ങൾക്കിടയിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 13-ാം തീയതി ഞങ്ങൾ കോട്ടയത്ത് ഒരു റാലി സംഘടിപ്പിച്ചിരുന്നു. കോട്ടയം അതിരൂപതയുടെ നിലനിൽപ്പിന് വേണ്ടി സമുദായത്തിന്റെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ശത്രുക്കളിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട്, നിയമപരമായിട്ടുള്ള സംരക്ഷണം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് റാലിയായിരുന്നു. നിർഭാഗ്യവശാല് ഗവൺമെന്റ് തലത്തിൽ സഭയുടെ ഉന്നത അധികാരികളൊക്കെ ഇടപെട്ടുകൊണ്ട് കുറെ കള്ളക്കേസുകളൊക്കെ എടുത്ത് അതിന് നീതി നിഷേധിച്ചു. ജനാധിപത്യ വിരുദ്ധമായിട്ട് ഞങ്ങൾക്കൊന്ന് പ്രതിഷേധിക്കാനുള്ള പ്രതികരണ ശേഷി പോലും ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സമുദായം എന്ന നിലയിൽ വളരാനും സ്വന്തമായ ആചാരാനുഷ്ഠാനങ്ങളെ നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നതും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതും നേടിയെടുക്കാൻ ശ്രമിക്കുന്നതും. അതായത് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് നിലനിൽപ്പിന് വേണ്ടിയാണ്. ജ്ഞാനായ സമുദായങ്ങളായിട്ട് ഞങ്ങൾ ജനിച്ചു, ഇനി ജീവിക്കുന്നതും അങ്ങനെയായിരിക്കണം, ഞങ്ങളുടെ തലമുറയ്ക്കും അങ്ങനെ പകർന്നു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഒരു സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. പലർക്കും അറിയാൻ തന്നെയാണ് ജ്ഞാനായക്കാർ എന്ന് പറഞ്ഞാൽ ആരെയും ശല്യപ്പെടുത്താതെ എല്ലാവർക്കും സഹായം ചെയ്തുകൊണ്ടും എല്ലാവരുടെയും സമൂഹത്തിൽ ചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അവരെ കുറിച്ച് അറിയാവുന്നവർ നല്ല അഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഇദ്ദേഹം നമ്മുടെ പുതിയ മെത്രാൻ വന്നതിന് ശേഷം ഈ സമുദായത്തിൽ ഭിന്നത സൃഷ്ടിക്കുകയും
അനാവശ്യമായ കാര്യങ്ങൾ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ സീറോ മലബാർ സഭ ആവശ്യപ്പെടാതെ പോലും ചില നിയമങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുകയാണ്. അതാണ് മുമ്പേ പറഞ്ഞ ഈ നാട്ടിൽ നിന്ന് വിദേശത്ത് താമസിക്കുന്നതിന് 3 മാസം കഴിഞ്ഞാൽ ഈ ഇടവക്കാരനല്ല, ഈ രൂപതക്കാരനല്ല എന്നുള്ള നിയമങ്ങൾ, ഇതൊക്കെ വളരെ പ്രതിഷേധാർഹമാണ്. അദ്ദേഹം ഞങ്ങളോട് ചർച്ച ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല ഒരു കാര്യങ്ങളും. ഒരുപക്ഷെ 5-6 പേര് കൂടി ചെന്നാൽ ഒരാളെ മാത്രം അദ്ദേഹം കാണാൻ തയ്യാറാകുന്നുള്ളൂ. ഇങ്ങനെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഞങ്ങൾ പരിഹരിക്കാൻ നോക്കിയിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് പൊതുജനം അതിനെക്കുറിച്ച് ബോധ്യപ്പെടണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ ഈ സമ്മേളനം വിളിക്കാനായിട്ട് ഇടയായി.